വളരെ പ്രാർത്ഥനയോടെ ഗൗരവത്തോടെ ഇനിയുള്ള മൂമെൻറ്റുകളിൽ നിങ്ങളായിരിക്കുക. കാരണം ദൈവവചനമാണ് നിങ്ങൾ കേൾക്കുന്ന സദൃശ്യവാക്യങ്ങൾ. അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 20 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്, മകനെ എൻ്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക, എൻ്റെ മൊഴികൾക്ക് നിൻ്റെ ചെവി ചായ്ക്കുക, അവ നിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുത്, നിൻ്റെ ഹൃദയത്തിൻ്റെ നടുവിൽ അതിനെ സൂക്ഷിച്ചു വയ്ക്കുക. അവയെ കിട്ടുന്നവർക്ക് അവ ജീവനും അവരുടെ സർവ്വദേഹത്തിനും സൗഖ്യവുമാകുന്നു. ദൈവവചനം കിട്ടുന്നവർക്ക് അത് ജീവനും അവരുടെ സർവ്വദേഹത്തിനും സൗഖ്യമാകുന്നു. ദൈവവചനത്തെ ശ്രദ്ധിക്കുന്നവർക്കും ദൈവവചനത്തെ വിശ്വസിക്കുന്നവർക്കും ഇന്ന് പകൽ ആ വചനം ജീവനും അവരുടെ സർവ്വദേഹത്തിനും അത് സൗഖ്യവും ആകുന്നു. I'm feeling the mighty presence of God. Thank you Jesus. Hallelujah. കാരണം ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ. നിന്റെ ആത്മാവിൽ നിന്നൊരു ജീവൻ, നിർജീവമായ വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായിട്ട് തലമുറകളില്ലാത്ത നിന്റെ ഗർഭാശയത്തിനകത്ത് ഒരു ജീവൻ, തകർന്നു പോയി എന്ന് പറയുന്ന നിന്റെ കിഡ്നിക്കകത്തൊരു ജീവൻ, താളം തെറ്റിയ നിന്റെ ഹൃദയമിടിപ്പിനകത്തൊരു ജീവൻ, നിന്റെ അവയവങ്ങളിൽ ഇന്ന് പകലൊരു ജീവൻ, പരിശുദ്ധാത്മാവിന്റെ ജീവൻ, വചനത്തിൽ വെളിപ്പെടുന്ന ജീവൻ ഇന്ന് പകൽ വ്യാപരിക്കുന്നു. അവയെ കിട്ടുന്നവർക്ക് അവ ജീവനും സർവ്വദേഹത്തിനും അത് സൗഖ്യവുമാകുന്നു. ഇറ്റ്സ് എ പ്രോമിസ്. അതാണ് പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം 25-26 വാക്യങ്ങളിൽ തൻ്റെ ജനമായ ഇസ്രായേലിന് ദൈവം വാഗ്ദത്തം ചെയ്തത്, നിങ്ങളുടെ ദൈവമായ യഹോവയെ തന്നെ സേവിപ്പീൻ, എന്നാൽ അവൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും, ഞാൻ രോഗങ്ങളെ നിന്റെ നടുവിൽ നിന്ന് അകറ്റിക്കളയും, ഗർഭം അലസുന്നവളും മച്ചിയും നിന്റെ ദേശത്തുണ്ടാകയില്ല, നിന്റെ ആയുഷ്കാലം ഞാൻ പൂർത്തിയാക്കും. So you shall serve the Lord your God. നീ ദൈവത്തെയാണോ സേവിക്കുന്നത്? നിങ്ങൾ യഹോവയാണോ സേവിക്കുന്നത്? നിങ്ങൾ ദൈവത്തിലാണോ വിശ്വസിക്കുന്നത്? അങ്ങനെയുള്ളവരൊന്ന് കൈ ഉയർത്തി പിടിച്ചേ. സൂമിൽ, യൂട്യൂബിൽ, ചർച്ചിൽ ഇരിക്കുന്നവർ, ലോകമെമ്പാടും എന്നെ കാണുന്നവർ, you are serving the Almighty God. Lift your hand please. അവരുടെ കരമൊന്ന് ഉയർത്തിയേ. അവരോട് സ്വർഗം പറയുന്നു, ഞാൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും. And he shall bless the bread and the water, and I will take sickness away from the midst of thee. ഞാൻ നിന്റെ രോഗങ്ങളെ നിന്റെ നടുവിൽ അകറ്റിക്കളയും. ഒന്ന് പറഞ്ഞേ, ഇത് എന്നോടുള്ള വാഗ്ദത്തമാണ്. സ്വന്തം കൈ തലയിലോട്ടൊന്ന് വെച്ച് പറഞ്ഞേ, ഇത് എന്നോടുള്ള വാഗ്ദത്തമാണ്. ഗർഭമലസുന്നവളും മച്ചിയും നിന്റെ ദേശത്തുണ്ടാകയില്ല, നിന്റെ ആയുഷ്കാലം ഞാൻ പൂർത്തിയാക്കും. The number of the day I will fulfill. Children of God say amen. ഞാൻ നിന്റെ ആയുഷ്കാലം പൂർത്തീകരിക്കും. Believe it. വിശ്വസിച്ചേ, വിശ്വസിച്ചേ. ഈ വാഗ്ദത്തം ഏറ്റെടുത്തേ. 1-2 തവണ പറഞ്ഞേ, ഇത് എന്നോടുള്ള പ്രോമിസാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. പുതിയ നിയമസഭയ്ക്കും നിഴലായിരിക്കുന്ന മോശയുടെ നേതൃത്വത്തിൽ നയിക്കപ്പെടുന്ന ഇസ്രായേൽ സഭയ്ക്ക് ദൈവം കൊടുത്ത പ്രോമിസാണിത്. പെസഹ കുഞ്ഞാടിന്റെ രക്തം, ആട്ടിൻകുട്ടിയുടെ നാച്ചുറലായ സാധാരണമായ ഒരാട്ടിൻകുട്ടിയുടെ രക്തത്തിന്റെ തളിക്കൽ നിമിത്തം, ഒരാട്ടുകൊറ്റൻ അറക്കപ്പെട്ട് അതിന്റെ രക്തം കട്ടളക്കാൽ മേൽ കുറുമ്പടിമേൽ തളിക്കപ്പെട്ട നിമിത്തം ഒരു പുറപ്പാട് ലഭിച്ച, സ്വാതന്ത്ര്യം ലഭിച്ച ഒരു ജനത്തിന് ഈ വാഗ്ദത്തമായിരുന്നെങ്കിൽ, യഥാർത്ഥമായ ദൈവ കുഞ്ഞാടായ, അറുക്കപ്പെട്ട കുഞ്ഞാടായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നിന്റെ മേളിൽ നിൽക്കുന്ന വാഗ്ദത്തം ഇതിലും എത്ര ശക്തമായിരിക്കും.
കാരണം ഇസ്രായേൽ ജനത്തെക്കുറിച്ച് 105 സങ്കീർത്തനം 37 വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, അവൻ അവരെ വെള്ളിയോടും പൊന്നിനോടും കൂടെ പുറപ്പെടുവിച്ചു, അവരുടെ ഗോത്രത്തിൽ ഒരു ബലഹീനനും ഉണ്ടായിരുന്നില്ല. ദൈവം പുറപ്പെടുവിച്ച, ദൈവത്തോട് ഉടമ്പടി ചെയ്ത ദൈവജനത്തെ കുറിച്ച് പറയുന്നു, അവരുടെ ഗോത്രത്തിൽ ഒരു ബലഹീനനും ഉണ്ടാകാനിട വന്നില്ല. എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാണ്, 400 വർഷം ഈ ജനത്തിന് ഒരു ഫിസിഷ്യന്മാരെ കാണേണ്ടി വന്നില്ല. 3 മില്യൺ ആൾക്കാരെ, 3 മില്യൺ പീപ്പിൾ, 3 മില്യൺ ആൾക്കാരെ 400 വർഷം സ്വർഗത്തിലെ ദൈവം ഹീലിംഗ് എന്ന മാൻഡിലിനകത്ത് നിർത്തി. 400 years. അവർക്ക് രോഗം വന്നപ്പോൾ, അവർക്ക് പ്രതിസന്ധികൾ വന്നപ്പോൾ, പാമ്പ് കടിയേറ്റപ്പോൾ, അവിടെയും ഹീലിംഗിനുള്ള സൊല്യൂഷൻ വരികയാണ്. മോശ ഒരു പിച്ചള സർപ്പത്തെ ഉയർത്തി, വിഷബാധ ഏറ്റവർ അതിലേക്ക് നോക്കിയവർ സൗഖ്യം പ്രാപിച്ചു. ഇതേ കാര്യം പുതിയ നിയമത്തിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ എടുത്തു പ്രസ്താവിക്കുന്നു. പഴയ നിയമ ഇസ്രായേൽ സഭ പിച്ചള സർപ്പത്തിലേക്ക് നോക്കി അവർ സൗഖ്യം പ്രാപിച്ചെങ്കിൽ, കാൽവറി ക്രൂശിൽ ഈ ഭൂമിയുടെ ഒത്ത നടുക്ക് ഉയർത്തപ്പെട്ട ക്രിസ്തുവിലേക്ക് നോക്കുന്നവർ ഇന്ന് പകൽ സൗഖ്യം പ്രാപിച്ചിരിക്കും. Definitely. Believe it. ആ വാഗ്ദത്തമാണ് ഉറപ്പിക്കപ്പെടുന്നത് പുറപ്പാട് 15:26. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവന്റെ കൽപ്പനകളെ അനുസരിച്ച് അവന്റെ വിധികളെ പ്രമാണിക്കുകയും ചെയ്താൽ മിസ്രൈമ്യർക്ക് വരുത്തിയ വ്യാധികളിലൊന്നും ഞാൻ നിനക്ക് വരുത്തുകയില്ല, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. മിസ്രൈമ്യർക്ക് വരുത്തിയ വ്യാധികളിലൊന്നും ഞാൻ നിനക്ക് വരുത്തുകയില്ല. അവിടെ എന്തോ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആരാണ് മിസ്രൈമ്യർ? ഈജിപ്ഷ്യൻസ്, ലോക മനുഷ്യർ, വാഗ്ദത്തം ലഭിക്കാത്തവർ. ആരാണ് ഇസ്രായേലിയർ? ഇസ്രായേലൈറ്റ്സ് ആരാണ്? വാഗ്ദത്ത ജനം, ദൈവമക്കൾ. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ദൈവം പറയുന്നു. ലോക മനുഷ്യനിൽ, ജഡീക മനുഷ്യനിൽ, വാഗ്ദത്തം അന്യപ്പെട്ടു പോയ വ്യക്തിത്വങ്ങളിൽ വെളിപ്പെടുന്നതൊന്നും വാഗ്ദത്തത്തിൽ നിൽക്കുന്ന വിളിക്കപ്പെട്ട നിന്നിൽ ഞാൻ വെളിപ്പെടുത്തുകയില്ല. പിന്നെ എന്താ ഞാൻ നിന്നിൽ വെളിപ്പെടുത്തുന്നേ? ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. അന്നത്തെ കാലത്ത് ചരിത്രം ഇങ്ങനെയാണ് പറയുന്നത്, ഏറ്റവും ശക്തന്മാരായ ഡോക്ടേഴ്സ്, ഹീലിംഗ് പ്രൊഫഷണൽസ്, ഫിസിഷ്യൻസ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന രാജ്യം ഈജിപ്റ്റാണ്. ഈജിപ്തിലായിരുന്നു ഏറ്റവും കൂടുതൽ വൈദ്യന്മാരുണ്ടായിരുന്നത്, മരുന്നുകൾ ഉണ്ടായിരുന്നത്, സാങ്കേതിക വിദ്യകൾ അന്നത്തെ കാലത്തിൽ അവരാൽ കഴിയുന്നത് പോലെ ഉണ്ടായിരുന്നത്. പക്ഷെ ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ച് അവർക്ക് അങ്ങനെ ഒരു കാര്യമില്ല. കാരണം അവരുടെ ദൈവം തന്നെ അവർക്ക് സൗഖ്യദായകനായിരുന്നു. അവരെ നടത്തിയവൻ തന്നെ അവർക്ക് സൗഖ്യദായകനായിരുന്നു. ഫറവോയുടെ കൊട്ടാരത്തിൽ 100 കണക്കിന് വൈദ്യന്മാരുണ്ട്, 100 കണക്കിന് ഫിസിഷ്യന്മാരുണ്ട്. പക്ഷേ ഫറവോട് അവിടെ അടിമപ്പണിയെടുക്കുന്ന ഇസ്രായേൽ ജനത്തിന് വേണ്ടി ആരുമില്ലായിരുന്നു. അവർ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് 400 വർഷക്കാലം മരുഭൂമിയിലൂടെ നടക്കുമ്പോൾ അവരുടെ കൂട്ടത്തിൽ ഒരു ഡോക്ടർമാരും ഇല്ലായിരുന്നു. കാരണം സർവശക്തനാകുന്ന ദൈവം, ഗ്രേറ്റ് ഫിസിഷ്യൻ, ഹല്ലേലൂയ, ഗ്രേറ്റ് ഡോക്ടർ, 400 വർഷക്കാലം സൗഖ്യത്തോടെ ആ ജനത്തെ നടത്തുവാനിടയായി. നിങ്ങൾ എത്ര പേർ വിശ്വസിക്കുന്നു? that same God, ആ ദൈവം ഇന്നും ജീവിക്കുന്നു, ആ ദൈവം ഇന്നും പ്രവർത്തിക്കുന്നു. താങ്ക് യു ലോർഡ് ജീസസ്. അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞത്, ഉടമ്പടി ചെയ്യപ്പെടാത്ത ഈജിപ്ഷ്യനെ പോലല്ല ഉടമ്പടി ചെയ്യപ്പെട്ട ഇസ്രായേൽസ്. വ്യത്യാസമുണ്ട്. ഉടമ്പടി ചെയ്യപ്പെടാത്തവന് വരുത്തിയതൊന്നും
ഉടമ്പടി ചെയ്യപ്പെട്ടവന് ഞാൻ വരുത്തുകയില്ല. നമുക്കിതൊന്ന് വിശ്വസിക്കാം. മിസ്രയമിற்கு വരുത്തിയതൊന്നും ഞാൻ നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. വിശ്വസിച്ചേ, ഏറ്റെടുത്തേ. മോശയ്ക്കും ഇസ്രായേൽ ജനത്തിനും മുൻപേ ഒക്കെ തന്നെ പ്രിയരെ, വിശ്വാസികളുടെ പിതാവെന്നറിയപ്പെടുന്ന, വിശ്വാസികളുടെ പിതാവായ, നാം അനുഗ്രഹങ്ങൾ സ്വീകരിക്കുന്ന വഴിയായ, യേശുക്രിസ്തുവിലൂടെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുന്ന വഴിയായ അബ്രഹാമും അത്ഭുതകരമായ ഹീലിംഗ് മിനിസ്ട്രിയിൽ വിശ്വസിച്ച മനുഷ്യനാണ്. അത്ഭുതകരമായ ദൈവിക സൗഖ്യങ്ങളിൽ വിശ്വസിച്ച ആളാണ്. അബ്രഹാമിന്റെ ഭവനത്തിൽ തന്നെ ആ അത്ഭുതം ദൈവം നടത്തി. നിർജീവമായി പോയ സാറയുടെ ഗർഭപാത്രത്തിന് ജീവൻ വെപ്പിച്ചു. ബലം ക്ഷയിച്ചു പോയ തന്നെ ബലമുള്ളവനാക്കി ദൈവം മാറ്റി. പക്ഷെ നിങ്ങൾക്കറിയാമോ, ഈ മോശയ്ക്കൊക്കെ മുമ്പ് തന്നെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച മനുഷ്യനാണ് അബ്രഹാം. സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ച ആളാണ് അബ്രഹാം. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, അബ്രഹാമും രോഗസൗഖ്യത്തിന് വേണ്ടി ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഉണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. അത് ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായം 17-18 വാക്യങ്ങളിലാണ് കാണുന്നത്. അബ്രഹാം ദൈവത്തോട് അപേക്ഷിച്ചു. ജെനസിസ് ചാപ്റ്റർ 20 വേഴ്സ് 17 and 18. അബ്രഹാം ദൈവത്തോട് അപേക്ഷിച്ചു. അപ്പോൾ ദൈവം അബീമേലെക്കിനെയും അവന്റെ ഭാര്യയെയും അവന്റെ ദാസീദാസന്മാരെയും സൗഖ്യമാക്കി. അവർ പ്രസവിച്ചു. തലമുറകളില്ലാത്ത ആൾക്കാർക്ക് വേണ്ടി അബ്രഹാം പ്രാർത്ഥിച്ചു. കാരണം അബ്രഹാമിന്റെ അകത്ത് ദൈവം കൊടുത്ത വെളിപ്പാടാണ്. എപ്പോഴും ഓർക്കണം, ദൈവം എന്നെ സൗഖ്യമാക്കിയിട്ടുണ്ട്, ദൈവം എനിക്ക് വിടുതൽ തന്നിട്ടുണ്ടെന്ന് ഉറപ്പുള്ളവന് മാത്രമേ വേറൊരുത്തന്റെ സൗഖ്യത്തിനും വേറൊരുത്തന്റെ വിടുതലിനും വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയൂ. ദൈവിക സൗഖ്യവും ദൈവിക വിടുതലും വ്യക്തിപരമായി അനുഭവിച്ചിട്ടില്ലാത്തവരാണ് ഇതിനെ എതിർക്കുന്നത്. എന്നാൽ വ്യക്തിപരമായി ഇത് അനുഭവിച്ച അബ്രഹാം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതൊരു ശ്രദ്ധിക്കണം. അതിന് 18-ാമത്തെ വാക്യം പറയുന്ന, അബ്രഹാമിന്റെ ഭാര്യയായ സാറയുടെ നിമിത്തം യഹോവ അബീമേലെക്കിന്റെ ഭവനത്തിലെ ഗർഭമൊക്കെയും അടച്ചിരുന്നു. ഹല്ലേലൂയ. അവിടെ വായിക്കുന്ന സത്യം ഇതാണ്: അബീമേലെക്കിനെയും അവന്റെ ഭാര്യയെയും അവന്റെ ദാസിമാരെയും സൗഖ്യമാക്കി. അടയപ്പെട്ടു പോയ ആ ഗർഭം, അടഞ്ഞുപോയ ആ ഗർഭാശയം ദൈവം തുറന്നു. സാറയുടെ ഗർഭത്തെ തുറന്നവൻ, ലേയുടെ ഗർഭത്തെ തുറന്നവൻ, മച്ചി എന്ന് വിളിച്ച എലിസബത്തിന് വേണ്ടി അത്ഭുതം ചെയ്തവൻ, അബ്രഹാം പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ നടുവിൽ അബീമേലെക്കിന്റെ ഭവനത്തിനകത്ത് ഭയങ്കര അസാധാരണമായ ഡെലിവറൻസ് നടക്കുകയാണ്. പ്രാർത്ഥിച്ചോ. ദൈവവചനം നിങ്ങൾ കേട്ടോണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിച്ചോ. അബ്രഹാം പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിച്ചോ. അബീമേലെക്കിന്റെ ഭവനത്തിൽ നടന്ന വിടുതൽ അവിടെയാണ് നടന്നതെങ്കിൽ നിനക്കെന്താ വേണ്ടെന്ന് ദൈവത്തിന് അറിയാം. ചിലപ്പോൾ ഒരു ജോലിയുടെ വാതിലായിരിക്കും തുറക്കേണ്ടത്, ചിലപ്പോൾ ഒരു ഫൈനാൻഷ്യൽ ഡോർ ആയിരിക്കും തുറക്കേണ്ടത്, ചിലപ്പോൾ ഒരു അത്ഭുതമായിരിക്കും. എന്ത് തന്നെയാണെങ്കിലും പ്രാർത്ഥിച്ചോ. ദൈവം അത് ചെയ്യാൻ വിശ്വസ്തനാണ്. അബ്രഹാം അപേക്ഷിച്ചപ്പോൾ, അബ്രഹാം പ്രാർത്ഥിച്ചപ്പോൾ അബീമേലെക്കിന്റെ ഭവനത്തിൽ മാസീവായി കൂട്ടമായ വിടുതൽ നടന്നു, സൗഖ്യം നടന്നു. തലമുറകളില്ലാത്തവർക്ക് തലമുറകളുണ്ടായി. ഇവിടെ ആരും അബ്രഹാമിനെ പരിഹസിക്കരുത്. ഇവിടെ കൊച്ചുങ്ങളില്ലാത്തവനാണോടാ കൊച്ചുങ്ങളുണ്ടാകാൻ പ്രാർത്ഥിക്കുന്നത്? നമ്മുടെ ആൾക്കാരുടെ ചോദ്യം, നീ ആദ്യം പോയി പ്രാർത്ഥിക്കുക. അതുകൊണ്ട് തന്നെയാണ് നീ രക്ഷപ്പെടാത്തത്. നീ ഇന്ന് നിന്നെ തിരുത്തിക്കണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരുത്തൻ എന്തെങ്കിലും അറിയുന്നെന്ന് തോന്നുന്നെങ്കിൽ, അറിവ് അവനെ ചീർപ്പിച്ചിരിക്കുന്നെങ്കിൽ, അവനൊന്നും യഥാർത്ഥമായി അറിഞ്ഞിട്ടില്ലെന്ന് ആദ്യം തിരിച്ചറിയണം. ഇങ്ങേർക്ക് 100 വർഷം കഴിഞ്ഞ മക്കളുണ്ടായി, പിന്നെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്നത്. നെവർ ജഡ്ജ്. വിധിക്കരുത്. തന്റെ ദാസന്മാരെയും അഭിഷേകത്തെയും ദൈവം കൊടുക്കുന്ന നിയോഗങ്ങളെയും. എപ്പോഴാ നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം വെളിപ്പെടുന്നതെന്ന് നിനക്കൊരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. എനി ടൈം, അറ്റ് എനി സിറ്റുവേഷൻ. അബ്രഹാം പ്രാർത്ഥിച്ചു. മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കൂട്ടമായ ഡെലിവറൻസ് നടന്നവിടെ, കൂട്ടമായ സൗഖ്യങ്ങൾ നടന്നു. താങ്ക് യു ഹോളി ഗോസ്റ്റ്. അതെ,
എന്നോട് ദൈവാത്മാവ് ഇങ്ങനെ പറയുന്നു, ദൈവം നിങ്ങളെ വിടുവിപ്പാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്നു. ആ ദൈവത്തിന്റെ പെർഫെക്റ്റ് വില്ല് ഞാൻ പറഞ്ഞില്ല, യേശുവിലൂടെ ഈ ഭൂമിയിൽ നമ്മൾ കണ്ടതെന്ന് ഒരു സംഭവം ഞാൻ ഒന്ന് കാണിച്ചു തരികയാണ്. പ്രാർത്ഥിച്ചോണം. മർക്കോസ് സുവിശേഷം 1-ാം അധ്യായം 40 മുതൽ 43 വരെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പം അവിടെ എഴുതിയിട്ടുണ്ട്, ഒരു കുഷ്ഠരോഗി അവന്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തി, നിനക്ക് മനസ്സുണ്ടേ എന്നെ ശുദ്ധമാക്കാൻ കഴിയുമെന്ന് അപേക്ഷിച്ചു. നിനക്ക് മനസ്സുണ്ടെങ്കിൽ, ഞാൻ സൗഖ്യമാകുന്നത് നിന്റെ ഇഷ്ടമാണെങ്കിൽ. ആരൊക്കെയോ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നത്, തലമുറകളില്ലാത്ത ആരൊക്കെയോ പ്രാർത്ഥിക്കുന്നത് എനിക്ക് ആത്മാവിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഏതൊക്കെയോ അടഞ്ഞ വാതിലുകൾ നിമിത്തം ഭാരപ്പെടുന്നവർ പ്രാർത്ഥിക്കുന്നത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ കുഷ്ഠരോഗി കർത്താവിനോട് പറയുന്നു, നിനക്ക് മനസ്സുണ്ടേൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയും. അവന്റെ ചോദ്യം ഇതാണ്, എന്റെ സൗഖ്യം നിന്റെ ഹിതമാണോ? എന്റെ സൗഖ്യം നിന്റെ ഇഷ്ടമാണോ? എന്റെ ആരോഗ്യം നിന്റെ ഇഷ്ടമാണോ? നിനക്ക് മനസ്സുണ്ടെങ്കിൽ. അവിടെ 41-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, യേശു മനസ്സലിഞ്ഞ് കൈ നീട്ടി അവനെ തൊട്ടു. മനസ്സുണ്ട്, ശുദ്ധമാകാം. മനസ്സുണ്ട്. I am willing, be cleansed. I am willing to heal you. I am willing to deliver you. ആരോടോ കർത്താവ് പറയുന്നു, നിന്റെ കാതിലേക്ക് ഈ ശബ്ദം കേറട്ടെ. എനിക്ക് മനസ്സുണ്ട്, നീ സൗഖ്യമാകാ. അവൻ കൈ നീട്ടി. ആ പദം ശ്രദ്ധിച്ചോണം. കുഷ്ഠരോഗിയാണ് ഇവൻ. പുരോഹിതൻ തൊടില്ല, നാട്ടുകാരെ തൊടില്ല, പാളയത്തിന് പുറത്താണ് ഇവൻ. കുഷ്ഠരോഗി ആരും സ്പർശിക്കില്ല, അടുത്തോട്ട് പോലും പോകില്ല. കരുണയുടെ, കാരുണ്യത്തിന്റെ തലോടലുകൾ അവന്റെ ജീവിതത്തിൽ അവൻ അനുഭവിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്, ജീസസ് മൂവ്ഡ് വിത്ത് കമ്പാഷൻ. And Jesus moved with compassion. ആർദ്രതയോടെ. എത്ര വർഷമായെന്നറിയാവോ ഒരു മനുഷ്യന്റെ കൈ ഇവനെ ഒന്ന് ടച്ച് ചെയ്തിട്ട്? ഒരു കൈ അവന്റെ മുമ്പിൽ ഇങ്ങനെ നീണ്ടുവരികയാണ്. ആ കരം അവനെ തലോടുകയാണ്. That touch is enough. The one touch of Jesus will change everything in your life. The one touch of Jesus will change every situations and everything. യേശുവിന്റെ ഒരു സ്പർശനം നിന്റെ ജീവിതത്തിൽ സകലത്തെയും സാധ്യമാക്കും. ഇന്ന് ഈ ഞായറാഴ്ച പകലിൽ ആണിപ്പഴുതുള്ള കൈ നിന്റെ അരികിലേക്ക് ഇങ്ങനെ നീണ്ടു വരുന്നത് കാണുന്നോ? ആ രോഗക്കിടക്കയിൽ കിടന്ന് നീ കാണുന്നോ? കാണുന്നുണ്ടെങ്കിൽ നീ ഇപ്പൊ എഴുന്നേക്കും. ആണിപ്പഴുതുള്ള കരം നിന്റെ ആ രോഗത്തിലേക്ക് തൊടുന്നത് നീ കാണുന്നോ? ശരീരത്തിൽ ഞാൻ ആ ദൈവശക്തി അനുഭവിക്കാം. നീ കാണുന്നോ? കാണുന്നെങ്കിൽ ആ കുറുകി പോകാത്ത കൈ നിന്നെ ഇപ്പോൾ തന്നെ സൗഖ്യമാക്കും. നിന്നെ ഇപ്പോൾ തന്നെ ഹീൽ ചെയ്യും. I am willing. Be cleansed. എനിക്ക് മനസ്സുണ്ട്, സൗഖ്യമാക്കാം.